ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ചെറിയൊരു അപ്ഡേറ്റ് തരാനായിട്ട് വന്നതാണ്. നമ്മുടെ എംപുരാൻ എന്ന് പറയുന്ന നമ്മുടെ മോസ്റ്റ് ഹൈപ്ഡ് മലയാളം മൂവി എവർ ഇന്ന് റിലീസായിരിക്കുകയാണ്. സോ മൂവി കണ്ടതിന് ശേഷം ചെറിയൊരു അപ്ഡേറ്റ്, ഒരു റിവ്യൂ പോലെ തരാനായിട്ട് വന്നതാണ്. മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വളരെ മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസാണ് വരുന്നത്. പോസിറ്റീവായിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അത്ര ഒത്തില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒത്തില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. വേർത്തിയാണോ എന്ന് ചോദിച്ചാൽ വേർത്തിയാണ്. പടം പൊട്ടിയെന്ന് വെച്ചാൽ ഇല്ല, ഒരിക്കലും പൊട്ടില്ല, നല്ല സക്സസ് ആയിരിക്കും. പക്ഷേ ആ പറഞ്ഞുണ്ടാക്കിയ ഹൈപ്പിനോളം ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ല. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. ആൻഡ് മൂവിയുടെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കിടിലമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത്. കിടിലം മീൻസ് ചില സ്ഥലങ്ങളിൽ പീക്ക് സാധനം, രോമാഞ്ചിഫിക്കേഷൻ സാധനം തരുന്നുണ്ട്, എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഒരു പോക്കാണ് താഴേക്ക്. സോ ആ രീതിയിലാണ്. ആൻഡ് ലാലേട്ടൻ്റെ ആക്ടിങ് നോക്കുകയാണെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടറിനെ തീയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തെ കൊണ്ട് പറ്റണില്ല. ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റില്ല. നമ്മുടെ ആ ഒരു ലൂസിഫർ എന്ന് പറയുന്ന മൂവിയുടെ അവസാനം കണ്ട ആ ഒരു എബ്രഹാം ഖുറേഷിയുടെ പകുതി ഒരു ഓറ പോലും ഈ ഒരു എംപുരാനിൽ വരുമ്പോൾ എബ്രഹാം ഖുറേഷിക്ക് ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ക്ലിക്ക് ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് തോന്നിയത്. പിന്നെ അതുപോലെ നമ്മുടെ ലൂസിഫറിലെ പാട്ടൊക്കെ എടുത്ത് എംപുരാനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതൊരു പാട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അതവിടെ കഴിഞ്ഞ കാര്യമാണ്. അത് വീണ്ടും കൊണ്ട് എംപുരാനിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ പാട്ട് എഫക്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ വേറെ ലെവൽ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് പിന്നെ എംപുരാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിനിമയുടെ തുടക്കം ഫസ്റ്റ് 30 മിനിറ്റ്സും സൂപ്പറാണ്. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന രീതിയിൽ, അതുപോലെ ആ ഒരു സിനിമയുടെ സന്ദർഭത്തിന് വേണ്ടുന്ന രീതിയിലുള്ള വയലൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ പറയാനുള്ളത് ഫൈറ്റ് സീൻ. നമ്മുടെ മൂവി 3 മണിക്കൂറാണ് മൂവി. ആക്ച്വലി അത് നമുക്ക് വേണമെങ്കിൽ ഒരു 2.25 മണിക്കൂറൊക്കെ ആക്കാമായിരുന്നു. കുറേ സീൻസ് വെറുതെ അനാവശ്യമായിട്ട് വലിച്ച് ഒരു കാര്യമില്ലാത്ത കുറേ സീൻസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു 2 മണിക്കൂറോ 2.25 മണിക്കൂറോ ഒക്കെ വേണമെങ്കിൽ ഈ മൂവി ആക്കിയാലും നല്ല വൃത്തിയായിട്ടുണ്ടാവുമായിരുന്നു. എക്സാമ്പിൾ നമ്മുടെ ഗോവർദ്ധൻ സ്റ്റീഫനെ അന്വേഷിച്ച് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരൊക്കെ വരുന്ന ഒരു സീനുണ്ട്. അത് ആക്ച്വലി അങ്ങനത്തെ ഒരു സീനിൻ്റെ തന്നെ ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അത് വളരെ ഷോർട്ടായിട്ട് കാണിക്കാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരുമാതിരി കുത്തിവയ്ക്കുന്നു, പിന്നെ മറയ്ക്കുന്നു, കൊണ്ടു നടക്കുന്നു, ഒരു പ്ലെയിൻ കയറി അടുത്ത പ്ലെയിൻ പോകുന്നു, അടുത്തേ കയറി അടുത്തേ പോകുന്നു, അങ്ങനെ വെറുതെ സമയം കളയുന്നുണ്ട്. അതുപോലെ ലാലേട്ടൻ്റെ കുറേ എന്താണ് ഒരു സ്ലോ മോഷൻ ഷോട്ട്സ് കുറേ ഉണ്ട്. കാണാൻ നല്ല വൃത്തിയുണ്ട്, എങ്കിലും ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യില്ല. KGF നമ്മൾ അവനെ കാണുമ്പോൾ ഒരു ഗാങ്സ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഓറ നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. സോ അങ്ങനത്തെ കുഴപ്പമുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് ഒരിക്കലും പോകല്, പ്രത്യേകിച്ച് സർപ്രൈസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് യാതൊരു കാരണവശാലും പോകരുത്. അവർ പറഞ്ഞതിൽ കൂടുതലായിട്ട് യാതൊരു സർപ്രൈസും ആ ഒരു മൂവിക്കകത്ത് കാണാനായിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കിഡിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്, സൂപ്പർ സാധനമാണ്. അത് ആ ഒറ്റ സാധനം മതി നമുക്ക് ആ ഒരു മൂവിക്ക് എടുത്ത പൈസ വേർത്തിയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ. അല്ല ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ്, ആ ഫസ്റ്റ് 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഗ്രാഫ് നേരെ താഴോട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് നേരെ കയറിപ്പോയിട്ട് പിന്നെ നേരെ ഇങ്ങനെ പോവാണ്. താഴോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫ് ഒരു കയറ്റമുണ്ട്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന രീതിയിലാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടർ, അതായത് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആരും സിനിമ കാണാൻ പോകണമെന്നില്ല. കാരണം എബ്രഹാം ഖുറേഷിയുടെ കഥയായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. സയ്യിദ് മസൂദ് എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ കഥയായിട്ടാണ് ഈ ഒരു എംപുരാൻ എന്ന് പറയുന്ന മൂവി എനിക്ക് കൂടുതലായിട്ടും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. സോ അതൊക്കെയാണ് മൂവി കാണേണ്ട കാര്യമുണ്ടോ, മൂവി പൊട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും പൊട്ടിയിട്ടില്ല. കിടില മൂവി തന്നെയാണ്. പക്ഷേ നമുക്ക് KGF പോലെ ഒരു മൂവി, അല്ലെങ്കിൽ ബാഹുബലി പോലെ ഒരു മൂവി എന്നുള്ള രീതിയിൽ ഹൈപ്പ് കൊടുത്തപ്പോൾ എക്സ്പെക്റ്റേഷൻസോടൊത്ത് വരാൻ പറ്റിയിട്ടില്ല. ലാലേട്ടനെ കൊണ്ട് ആ ഒരു എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടർ കറക്റ്റായിട്ട് ക്യാരി ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സ്റ്റീഫൻ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈറ്റ് സീൻ കുറച്ച് ലെങ്തി ആയിപ്പോയി. നമ്മളിങ്ങനെ എന്താ വൺ ടൈം വാച്ചബിൾ. പിന്നീട് നമ്മൾ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ ടി വിയിലാണ് കാണുന്നതെങ്കിൽ ഒരു 1.5x 2x ഇട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് അടിച്ച് കളഞ്ഞൊക്കെ കാണാം. ആ ഒരു രീതിയിലുള്ളൊരു ഫൈറ്റ് സീനായിട്ട് തോന്നിപ്പോയി ഫൈനൽ ക്ലൈമാക്സിലുള്ളത്. പിന്നെ സർപ്രൈസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ഡയലോഗ്, ഓവർ ഇമ്പോർട്ടൻസ് പൊളിറ്റിക്സിന് കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്സിന് കൂടുതൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മൂവി നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പൊളിറ്റിക്സ് പറയണം, സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സ് പറയണം. പക്ഷേ
ഇത് ഓവറായിട്ട് പൊളിറ്റിക്സ് മാത്രമായി പോയി പറയുന്നത്. പൊളിറ്റിക്സും കുറേ സിബ്ലിംഗ് റൈവൽറി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച്. പിന്നെ ഈ മൂവി ഏറ്റവും നശിപ്പിച്ച് കളഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വില്ലൻ ഒരു അമ്പേ പരാജയം. നമ്മൾ ലൂസിഫർ എന്ന് പറയുന്ന മൂവിയുടെ അവസാനം നമ്മൾ കണ്ട എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഒരു ഗ്യാങ് ലീഡർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇവിടെ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന ഏതോ ഒരു തുക്കട ഒരു വില്ലനെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സാധനമാണ്. വില്ലൻ പോരാ, ഹീറോ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൂവിയിൽ ഹീറോ ആയിട്ട് വരുന്ന നമ്മുടെ ആ ഒരു എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് തട്ടി നിൽക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു വില്ലനാണ് ഇതിനകത്ത് കാണുന്നത് മൊത്തം. നമ്മുടെ കബൂക്ക എന്ന് പറയുന്ന ക്യാരക്ടറല്ല, വലിയ താളം വിടുമെന്നല്ലാതെ വേറെ പവറില്ല. സ്റ്റീഫൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്റ്റീഫൻ അല്ല, എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ആ ഒരു നായകനെ, അല്ലെങ്കിൽ ആ നായകന് കൂടെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വില്ലൻ കൊടുക്കാൻ സാധിച്ചില്ല. ഒരു വില്ലൻ വളരെ വീക്കായി പോയെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സ്ട്രോങ് ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ക്യാരക്ടർ സൂപ്പർ ആയേനെ. പക്ഷേ സ്റ്റീഫൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് തേർഡ് പാർട്ടിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഹോപ്പില്ല. ഒരു മൂവിയുടെ അടുത്ത പാർട്ട് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ KGF അത് ഒരു പക്ക എക്സാമ്പിളാണ്. നമ്മൾ ഓ മൈ ഗോഡ് എന്നുള്ള രീതിയിലാണ് തേർഡ് പാർട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ എംപുരാൻ്റെ അവസാനത്തിൽ തേർഡ് പാർട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എനിക്ക് മീൻസ് പൊതുവേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ആർക്കും ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ രീതിയിലായിരുന്നു നമ്മുടെ എംപുരാൻ എന്ന് പറയുന്ന മൂവി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും വാച്ചബിളാണ്, എൻജോയബിളാണ്, സൂപ്പർ മൂവിയാണ്. നമ്മുടെ മലയാളം ഫിലിമിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ലാലേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. KGFനെ വെല്ലുന്നൊരു മൂവിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബാഹുബലിയെ വെല്ലുന്നൊരു മൂവിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിനേക്കാളും നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റുമായിരുന്നു. സോ അങ്ങനെയൊക്കെയുള്ള ഒരു മൂവിയാണ് നമ്മുടെ ഇപ്പോൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്ന എംപുരാൻ എന്ന് പറയുന്ന മൂവി. സോ നിങ്ങളെല്ലാവരും പോയി അടുത്തുള്ള തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ആൻഡ് തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഈ ഒരു മൂവി ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. ചില സീനൊക്കെ നമുക്ക് മിസ്സാവും. ചില സീൻ അവർ കഷ്ടപ്പെട്ട് റൊമാൻറ്റിഫിക്കേഷൻ തരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുവാടെ ഇത് എന്ന് തോന്നിപ്പോവും. എന്നാൽ ചില സീനുകൾ, നമ്മുടെ സ്റ്റീഫൻ്റെ സീനൊക്കെ പക്ക രോമാഞ്ചമാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മൂവി കണ്ടതിന് ശേഷം എൻ്റെ ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. And so that's it for today, and this is me, your favorite Libran Abdul Salam, signing off.